എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി ക്ലീനിങ് ആണ്. അപ്പോൾ 2-3 വീഡിയോ ആയല്ലോ നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കൂട്ടിനായിട്ട് നമ്മൾ മക്കൾസും കൂടിയുണ്ട്. അപ്പം മക്കൾസിൻ്റെ കൂടെയാണ് ഇന്നത്തെ ക്ലീനിങ്. അപ്പം അവർ തന്നെയാണ് കേട്ടോ തുടങ്ങി വെച്ചതും. ഞാൻ ജസ്റ്റ് ഒന്ന് അവരുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതേ അവരുടെ വക ഒരു 1.5 പണി തന്നെയായിരുന്നു. സെറ്റിയൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഒത്തിരി ജോലികൾ അവർ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം അങ്ങനെയാണ് വ്ളോഗ് എടുക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായത്. അപ്പം നല്ല പണിയായിരുന്നു കേട്ടോ. തുടങ്ങിക്കഴിഞ്ഞാൽ അറിയില്ല എന്തൊക്കെ പണികളാണ് പിറകെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് സെറ്റിയുടെ ഈ ഒരു കുഷ്യൻസൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഇതുവരെ വെയിലത്തൊന്നും വെച്ചില്ല. ജസ്റ്റ് ഞാൻ തുടക്കാറുണ്ട് കേട്ടോ. നല്ലൊരു എന്തെങ്കിലും ഒരു നല്ല മണമുള്ള എന്തെങ്കിലും ലിക്വിഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു കോട്ടൺ ടവലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് തുടക്കാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നാൾ ഇതുപോലെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വെയിൽ കൊളിക്കുന്നത് നല്ല തന്നെയാണ്. അപ്പോൾ ഒരാൾ തുടങ്ങിയതാണ്. അപ്പോൾ കൂടെ അടുത്ത ആളും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സെറ്റിയുടെ കുഷ്യൻസൊക്കെ ഒന്ന് പുറത്തെടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ നല്ല വെയിലുമാണല്ലോ. അപ്പോൾ ഈ വെയിലിനൊന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ മതി. അതേസമയം വെക്കരുത്. അതേസമയം വെച്ചെന്ന് കളർ ഫെയ്ഡായിപ്പോൾ. അപ്പോൾ ഒന്ന് മാറ്റും. എല്ലാം ഒന്ന് വെയിലത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ എല്ലാം അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ പണി അവിടെ നടക്കട്ടെ. ഇനി നമ്മുടെ പണി സാധാരണ ഡെയിലി ചെയ്യുന്ന കുറച്ച് പണികളില്ലേ, അത് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് തുണിയൊക്കെ ഒന്ന് കഴുകാനുണ്ടാകുമെന്ന് വിചാരിച്ചു. ഓൾറെഡി തുണി കഴുകിയത് വാഷിംഗ് മെഷീൻ കിടപ്പുണ്ട്, ഇന്നലെ വൈകുന്നേരം ഇട്ടത്. അപ്പോൾ അത് വിരിച്ചിടുകയും വേണം, പിന്നെ ഈ തുണി ഒന്ന് കഴുകാനിടുകയും വേണം. അപ്പോൾ 2 കാര്യമുണ്ട്. മുകളിൽ പോയി കഴിഞ്ഞാലാണ് ഈ 2 കാര്യം ഒരുമിച്ചാണ് ചെയ്യാറ്. തുണി എടുക്കാനും തുണി വിരിച്ചിടാനും ഒക്കെ ഒരു സമയമാണ് ഞാൻ കണ്ടെത്താറ്. അപ്പം നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ അപ്പടി ഒന്നും ഡിസ്റ്റർബായി കിടക്കുവാണ്, നിറച്ചും പൊടി അഴുക്കൊക്കെ ആയി കിടക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം, ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അതിനൊരു ദിവസം കണ്ടെത്തണം. ഇനി ഓരോ കാര്യങ്ങളായിട്ട് നമ്മുടെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്നിത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേറെ എന്തെങ്കിലും പണി വരും. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് തുണി കുറച്ച് കഴുകാനുണ്ടായിരുന്നത്, അതും കൂടെ ഒന്ന് കഴുകാനിട്ടിട്ട് നമുക്ക് താഴത്തേക്ക് പോവാം. അപ്പം നമ്മുടെ ബാക്കിയുള്ള ബാലൻസൊക്കെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് സെറ്റായിക്കോളും. അപ്പോഴത്തേക്ക് വെയിലിന് നല്ലതുപോലെ ഉണങ്ങുകയും ചെയ്യും ബെഡ്ഷീറ്റൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് കൊണ്ടുപോയ സാധനമാണ്. അപ്പോൾ ഇന്നാണ് പുറത്തോട്ട് ഇറക്കുന്നത്. അപ്പം മോപ്പും ആ ഒരു നമ്മുടെ ബക്കറ്റൊക്കെ താഴത്തോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊന്ന് തുടക്കുകയും ചെയ്യാം എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഇതേ മോൻ്റെ പരിപാടി ഇതാണ്. അവൻ്റെ ഷെൽഫൊക്കെ അവനൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുവാണ്, തുണികളൊക്കെ മടക്കി വെക്കുവാണ്. അപ്പോൾ അവരോട് ഇതൊക്കെ ചെയ്യുന്നൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അവരെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതേ നമ്മുടെ അടുത്ത പരിപാടിയാണ് കിച്ചണിലെ പരിപാടികൾ. അപ്പോൾ ഒരു കോക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കോക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പരിപാടിയും കൂടെ നടക്കുന്നുണ്ട് എന്നാണ്. അടുക്കളയിലെ പരിപാടിയും നടക്കുന്നുണ്ട്, ക്ലീനിങ് നടക്കുന്നുണ്ട്. ഡെയിലി നമ്മുടെ റൊട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ പണി തന്നെയാണല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പം അവരുടെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ അവരുടെ വക ഒരു നമ്മുടെ കുമ്മിട്ടി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. തണ്ണിമത്തനില്ലേ, തണ്ണിമത്തൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ അതായത് കണ്ണൂർ ബത്തക്ക എന്ന് പറയും. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഈ കുമ്മിട്ടി എന്നുള്ള പേര് കേട്ടത്. പിന്നെ തണ്ണിമത്തൻ, ഇങ്ങനെ 3-4 പേരുണ്ടല്ലോ. ഇനി വല്ല പേരുണ്ടോ നിങ്ങളെ അറിവിൽ? അപ്പോൾ നമ്മൾ മൊഹബത്ത് കാ സർബത്ത്, ഒരു ഡായ്പ് മൊഹബത്ത് കാ സർബത്താണ് കേട്ടോ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ തണ്ണിമത്തൻ അരിഞ്ഞിട്ടാണ് ഇടേണ്ടത്. അത് ഓർമ്മയില്ലാതെ നമ്മളെല്ലാം ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, നമുക്ക് സാധാരണ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവൾക്ക് സാധാരണ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാലും പിന്നെ കുറച്ച് കസ്കസും കുറച്ച് ഐസ് ക്യൂബ്സും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഉടായ്പാണല്ലോ, കുറച്ചുകൂടി വിപുലീകരിച്ചാണെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കാം. നല്ല സൂപ്പറായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പം അതും കൂടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയുണ്ട് ഷാന, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ഹാപ്പി ന്യൂസ് കിട്ടിയത്. നമുക്കിന്ന് 7K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കുറേ നാളായി സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ ഒരു 100K ഒക്കെ കടന്നിട്ട്. അപ്പം ഇന്നൊരു 7K ആയതിൻ്റെ ഹാപ്പിനെസ്സാണ്. അപ്പം അതും കൂടെ കേട്ടപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. അപ്പം നമ്മുടെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവളെ അകമൊക്കെ അടിച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് തുടച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് തുടക്കലാണ് എൻ്റെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിലുള്ളത്. അപ്പം അതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ
മെയിനായിട്ട് തറ തുടക്കുമ്പോഴുള്ള നമ്മുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തറയിൽ എന്തെങ്കിലും ഒട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തുടച്ചാലൊന്നും പോകത്തില്ല. നല്ലതുപോലെ ഇട്ട് ഒന്ന് കാല് വെച്ചിട്ടൊക്കെ ഒന്ന് ആ ഒരു മോപ്പിൻ്റെ തുമ്പ് വെച്ചിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വരച്ചാൽ മാത്രമേ പോവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സമയം കുറച്ചുകൂടി പോകുന്നത്. അപ്പോൾ കുട്ടികളുടെ വീട് എന്തായാലും അറിയില്ലേ, ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇവിടേക്ക് വല്ലതൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വാഷ് ബേസിനൊന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വഴി പോയപ്പോൾ എന്തായാലും തുടക്കുമല്ലേ, എന്നാൽ പിന്നെ ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇതും കൂടെ കഴുകിയിട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാഷ് ബേസും കൂടെ അതിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും തൊട്ടും തടഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ പ്ലാന്റ്സൊക്കെ കുറേയൊക്കെ പുറത്താണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഇന്ന് തുടയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പോസിറ്റീവ് എനർജി വരട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പ്ലാന്റ്സൊക്കെ എടുത്ത് അകത്തോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിറ്റിയൂണിയ പ്ലാന്റ് ഇല്ലേ, അത് നിറച്ച് പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂത്തിട്ട് കഴിഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു ആഗ്രഹം, ഞങ്ങൾക്കിത് ഫ്രണ്ട് സൈഡിലൊന്ന് തൂക്കിയിട്ടാലോ, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാൻ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല പൂത്ത ചെടികൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ ഹുക്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ഫാഷനാണ് ഹാങ്ങിങ് പ്ലാന്റ്, എന്നാലും അത് പൂത്ത ചെടിയാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ, കുറേയൊക്കെ പഴുത്ത്. പിന്നെ തക്കാളിക്ക് തന്നെ ഇപ്പം എന്ന് പറയുന്നത് ഭാരം താങ്ങാൻ പറ്റാണ്ട് അത് ഒടിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ, പറിക്കാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി തക്കാളിയാണ്, നാടൻ തക്കാളി. ഇത് പച്ചക്ക കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ സലാഡ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പിന്നെ ഔട്ട്ഡോറായിട്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്, കുറേ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇൻഡോറായിട്ട് വെക്കാൻ അത് സെറ്റായിട്ടുണ്ട്. നമ്മുടെ പെന്നി പോയിട്ട് അടിപൊളിയായിട്ടില്ലേ, ഈ ഒരു കുഞ്ഞു ഭരണിയിൽ നിറച്ചും കിടക്കുന്ന കളി നല്ല ഭംഗിയില്ലേ. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെ കൊണ്ടുപോയി വെക്കാമെന്ന്. അപ്പോൾ അവിടുത്തെ പ്ലാന്റ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു നല്ല ഭ്രാന്ത് എന്ന് പറയാം, അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് ഒരു മാനസിക സന്തോഷം എന്ന് പറയാം. അപ്പം ബാക്കിയുള്ള പ്ലാന്റൊക്കെ കുറച്ച് പുറത്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അകത്തെടുത്ത് കൊണ്ടുപോയി വെച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയിൽ ഇതൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പുറത്തായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട്. പിന്നെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഈ കൊച്ചിൻ്റെ കൂടെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. പിങ്കി മോള് ഭയങ്കര കുണുങ്ങിക്കൊണ്ട് വരുവാണ്. പിന്നെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവളെ ഇറക്കില്ലെങ്കിൽ അവർക്ക് സങ്കടമാണ്. ചൂടെടുക്കുന്നുണ്ടോ പിങ്കിക്ക്? കുടിപ്പിക്കണമല്ലോ പിങ്കിന്, കുടിക്കാതെ ചൂടെടുക്കുന്നുണ്ടോ പിങ്കിക്ക്? ചൂടെടുക്കുന്നുണ്ടോ? പറച്ചെന്തി പറച്ചെന്തി പറച്ചനെ വിളിച്ചിട്ടാ? പറച്ചനെ വിളിച്ചിട്ടാ? ഉച്ചോട്ടനെ എന്തി ഉച്ചോട്ടൻ പറച്ചനെ വിളിക്ക് പോയിട്ട് ചെല്ല. പറച്ചനെ വിളിച്ചിട്ട് പറവന്ന് വിളിക്ക് ചെല്ല. പാർവതി പിങ്കി വിളിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അവളങ്ങനെ വന്നിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.